അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് വാക്കൌട്ട് നടത്തിയത്. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി എംപിമാർ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ 12 മണി വരെ നിർത്തിവെച്ചു. അദാനി വിഷയത്തിൽ പ്രതിഷേധിച്ച് കറുത്ത ജാക്കറ്റ് അണിഞ്ഞാണ് പ്രതിപക്ഷ എംപിമാർ ഇന്ന് പാർലമെന്റിൽ എത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, കഴിഞ്ഞ ദിവസങ്ങളിലും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നിരുന്നു. അത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ അദാനി വിഷയം ആണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. തൃണമൂൽ കോൺഗ്രസ് അടക്കം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇല്ല എന്ന് വ്യക്തമാക്കിയതാണല്ലോ. ഇന്ന് പ്രധാനമായും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ഒരു കൂട്ടായ്മ സഭയിൽ പ്രകടമായി. അഭിലാഷ്, അദാനി വിഷയത്തിൽ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും. തൃണമൂൽ കോൺഗ്രസും എസ് പിയും ഒക്കെ ഇക്കാര്യത്തിൽ, തൃണമൂൽ കോൺഗ്രസ് പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് ബംഗാളിലെ വിഷയമാണ് പ്രധാനം, സ്ഥിരമായി അദാനി വിഷയം പറഞ്ഞുകൊണ്ടിരിക്കാനാവില്ല എന്ന് പറഞ്ഞിരുന്നു. എസ് പിയും സമാനമായ രീതിയിലേക്കുള്ള എതിർപ്പുകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഇറങ്ങിപ്പോകുമ്പോൾ എസ് പിയും തൃണമൂൽ കോൺഗ്രസും ഈ ഇറങ്ങിപ്പോക്കിൽ പങ്കാളികളായില്ല. പരസ്യമായി തന്നെ ഇന്ത്യ മുന്നണിയുടെ ഈ ഇറങ്ങിപ്പോക്കിനൊപ്പം തങ്ങളില്ല എന്നതുകൂടി അവർ വ്യക്തമാക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും അത്തരമൊരു നീക്കം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും അക്കാര്യത്തിൽ ഏതെങ്കിലും പാർട്ടികൾ വിട്ടുനിന്നാലും ഈ വിഷയത്തിൽ പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. അതുകൊണ്ടാണ് ഇന്ന് അവർ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. ഇന്ന് രാവിലെ പ്രതിപക്ഷ എംപിമാർ കറുത്ത ജാക്കറ്റ് ധരിച്ചുകൊണ്ട് അദാനി വിഷയത്തിലുള്ള പ്രതിഷേധം അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ രാജ്യസഭയിലും തുടർച്ചയായ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ പാർലമെന്റിൽ വലിയ ഇന്ത്യ ബ്ലോക്കിനിടയിൽ തന്നെ വലിയ തർക്കങ്ങളിലേക്കും നീക്കങ്ങളിലേക്കും ഒക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോൺഗ്രസിന് സ്വാഭാവികമായും ചിലപ്പോൾ വഴങ്ങേണ്ടി വരും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വിഷയം വിട്ട് പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോഴും നിൽക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് കിരൺ ബാബു നൽകിയത്.